വീഴാണ്ട് പതുക്കെ കൈ പിടിക്കും. ഹമീദ് ഉമ്മാനെ കൂട്ടി വരുന്നു. എന്താടാ പറഞ്ഞത്? അതിന്റെ ഉമ്മ ആയിരിക്കില്ലെന്നല്ലേ? ഇതേ കാണ് ഉമ്മ. ഉമ്മ ഇതാണ് നമ്മുടെ കട. ഉമ്മ അതി കയറിക്കോ. മാറിക്കടാ, ഉമ്മക്ക് വഴി കൊടുക്കടാ. ഇത് കൊള്ളാല. ഉമ്മ വരി 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 ഇരിക്കി. ഇതാണ് നമ്മളൊരു സ്ഥാപനം. കണ്ടില്ലേ വീരാനെ? ഇതാരാന്ന് മനസ്സിലായ? ആയിഷുമ്മ, അതായത് എന്റെ ഉമ്മ. മനസ്സിലായി. ഇത് ബീരാൻ, എന്റെ ചങ്ങായ. ആരുടെ കടയത്? ഇത് നമ്മളെ മാതിരി തന്നെ. മാരി തന്നെ എന്ന് പറഞ്ഞാല് ഹൈദരക്കാന്റെ ആണ്. അപ്പൊ നമ്മളെ മാതിരി തന്നെയാണല്ലോ. എന്റെ ഇരിപ്പുണ്ടാത്തൊന്നും ഹൈദർ എന്റെ പണിക്കാരനാണ്. നീറ്റിക്കടാ. മൂത്തോരെ കണ്ട ഒരു ബഹുമാനം വേണ്ടേ? വീരാന്റെ ഒരു കൂടപ്പറപ്പിനെ പോലെയാണ്. കൂടപ്പറപ്പ് എങ്ങനെയാണ്ടാ പണിക്കാരനാവണേ? എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ല. എന്താണ്ടാ മുഖം മറക്കണേ? ഇങ്ങോട്ട് തിരിഞ്ഞാന്ന് കൈയെടുക്ക്. എടുക്കടാ കൈ. മാങ്ങ തല്ലിപ്പിടിപ്പിച്ച മാതിരി ഒരു പാടുണ്ടല്ല. സൈക്കിൾ വന്ന് വീണതാ. ഇന്നലെ ആയിരുന്നില്ലേ ഡാൻസ്? പ്രൊഫഷണൽ ഡാൻസറാണ് വീരാൻ. ഡാൻസർ ആവാൻ പറ്റണ ഒരു കോലം. ഇതൊക്കെ ഒക്കെപ്പാട് തുരുമ്പ് പിടിച്ചിട്ട് ആക്രിക്കടയാണ് ഇത്. ഉമ്മ, ഇത് ആന്റിക് ഷോ. ആന്റിയാ? എന്താ ഒറ്റക്കൊമ്പുള്ള ആന? ഇതാരും വാങ്ങിക്കാനത്? ഉമ്മ, നമുക്കെന്താ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താലോ? വാ, ഉമ്മനെ വീട്ടിലാക്കിട്ട് വരാട്ടെ. അതാ നല്ലേ. ദേ മണ്ടത്തരം കാണിച്ച് കച്ചവടം പിടിക്കണ്ടട്ടാ. എന്റെ ഡാൻസ് ഞാൻ ശരിയാക്കി തരാം. ഉമ്മ ഇച്ചിരി നാട്ടുമ്പുറ ടൈപ്പാ. അത് മനസ്സിലായി. ഓ ഓ അമ്മ, പിന്നെന്താ മോനെ? അങ്ങനെ ആയിക്കോട്ടെ, വാ. ഇയാളാണോ ഇവിടുത്തെ ടിപ്പു സുൽത്താൻ? അല്ല മൊയ്തീൻക, ഇപ്പൊ എങ്ങനെയാ? ഓന്റെ ഉമ്മ വന്ന സ്ഥിതിക്ക് ഓൻ ഒന്നോടി വന്ന് പെണ്ണുണ്ടോട്ടല്ലേ? അവനോട് വീണ്ടും എന്റെ വീട്ടിലേക്ക് പെണ്ണാണ് വരാൻ പറ. സോറി മാഷ, ഇനി തെറ്റിക്കൂല. മാഷ ഉമ്മ എന്താ ഉമ്മ? ഇല്ല, ഇവിടെ എപ്പോഴാ ചായ പറഞ്ഞ്? ഞാനും അമ്മ ഇത് 9 മണിയോ ഇപ്പം വേണ്ട. അല്ല, എനിക്ക് ദിവസവും പുലർച്ചെ 4 മണിക്കൊരു ചായ കുടിക്കണം പതിവുണ്ട്. 4 മണിക്കോ? എന്തേ ഇറങ്ങൂലേ? അല്ല, അപ്പൊ പാല്? പാല് പോയി വാങ്ങിക്കൊണ്ട് വാ. ഈ സമയത്ത് പശു കൂടി എണ്ണീറ്റുണ്ടാവില്ല. ഈ പശുവിനെ എണീപ്പിച്ച് കറന്നു കൊണ്ടടാ. ഒരു മടിയനുണ്ടോ ഇങ്ങനെ? അല്ല, ഈ തള്ളക്ക് എന്താ ഭ്രാന്തുണ്ടോ? വന്ന് ഹമീദേ, ഇതെവിടെ സ്വിച്ച്? കിടക്കണ കിടപ്പുണ്ടോ ഹമീദേ? ഇങ്ങോട്ട് എണീക്ക്. എന്തുമ്മ? എന്ന് ഇങ്ങനെയാണോ നേരെ വെളിച്ചാണ് കിടന്നുറങ്ങണത്? അങ്ങോട്ട് നോക്ക്. പള്ളിയിൽ പോക്ക് നിസ്കാരമൊന്നും ഇല്ലേ? ചോദിക്കാനും പറയാനും ആരില്ലാത്തൊരു കുറവുണ്ട് ഈ വീട്ടില്. എല്ലാം ഉസാറാക്കണം. എണീക്ക്. എണ്ണയും പുരട്ടൂല. മുടുക്ക ഈ റെഡി ആക്കിയ കളറ് കണ്ട നല്ല രസമുണ്ട്. അടിപൊളിയില്ലേ? റബ്ബേ, ഇതന്നെടാ ചായ? അല്ല, നീ ചോറും കറിക്ക് ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞു അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഇപ്പോഴേ വേണ്ടോ? അനക്ക് ചോറും കറിയും മാത്രല്ല, ബിരിയാണി ഉണ്ടാക്കുന്നത്, കോഴിക്കറി വെക്കുന്നത്, അടിക്കണത്, തുടക്കണത് എല്ലാം ഞാൻ പഠിപ്പിച്ചു തരും. ഇനി അതല്ല എന്റെ പണി. എന്തേ തള്ള തെങ്ങിന്റെ മോളും കേടു. എങ്ങോട്ടാ പോണേ? ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടില്. വണ്ടി നിർത്ത്. ഓഫ് ചെയ്യടാ. ഇങ്ങോട്ട് വാ. എവിടെയാ പോണേ? ഡാൻസ് റിഹേഴ്സൽ. എന്തിന്? ഇത്രയും പണിയിലൂടെ കിടക്കുമ്പോ അനക്ക് തുള്ളണാ? എന്നോട് ചോദിക്കാണ്ട് ഈ പടിക്ക് പുറത്തിറങ്ങിയ കൊന്നോളാം ഞാൻ. വാങ്ങത് വരാൻ. ഭാവിയിൽ ഒരു മൈക്കൽ ജാക്സൺ ആവണമെന്ന് എന്റെ ആഗ്രഹം. ഉരുളിയും വാർപ്പും ചെമ്പും ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നല്ലോണം കഴുകി എടുത്ത് വെക്ക്. വൈകുന്നേരം പ്രാക്ടീസിന് വരണേ. കുറച്ച് നാള് തുള്ളലും തീറ്റയായിട്ട് നടന്നില്ല. ഇനി കുറച്ച് അധ്വാനിക്കട്ടെ. മിണ്ടാണ്ടിരുന്നോണം. നടക്ക്. ഓരോ എണ്ണം കറുത്ത കണ്ണാടി ഇട്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്ത. അങ്ങനെ ഒരു കലാകാരൻ കൂടി നാം ആവശ്യം. ഓ നന്നായി എന്ന് പറയടോ. അൺസൈക്കബിൾ. അല്ലാണ്ട് ഓനെ എങ്ങനെ ജീവിക്കാനാ? സിംല ടൈലേഴ്സ് കൊള്ളാലോ. ഉമ്മയ്ക്ക് കുറച്ച് ഉടുപ്പ് എടുക്കണം. അയ്യോ, തേങ്ങയ്ക്ക് നോവൂടാ. അങ്ങനെ വന്ന ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു.
ഇതെന്താ മോനിത്? ഉമ്മക്ക് കുറച്ച് സാരി വെക്കാം. അനക്കൊന്നും ഇല്ലട്ടാ, ഇത് എനക്കാണ്. പോയി പണിയെടുക്ക്. ഓന് വാങ്ങാത്തിന്റെ കുശുമ്പ് കണ്ട. അയ്യോ തേങ്ങ കൊല്ലല്ലടാ, അത് വേഗം തീർത്തിട്ടേ അടുത്ത പണി അപ്പത്തരാം. നിങ്ങളിങ്ങനെ ഊരുറ്റി നടന്നോളി. ഇവിടെ നടക്കുന്ന എന്റെ കാര്യം അറിയണ്ടെങ്കിൽ എന്താക്കാനുണ്ട്? ഞാൻ കേട്ടു വന്നെന്നുള്ളത്. ആളെങ്ങനെ വന്നത് ബെസ്റ്റ് ആളാ. വെറുതെ അല്ല ഇതിരിക്ക് അവര് ഒഴിവാക്കിണ്ടാവും. നേരോ? പിന്നെ അല്ല ഹംസക്ക, ആ നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ല എന്റെ ഉമ്മയായിരിക്കും. വിളിക്കട്ടെ? ആ വിളി വിളി. ഉമ്മ വെറും പാവാണ്. എന്താ മോനെ? ആ ഹംസക്ക വാപ്പാന്റെ ഏറ്റെടുത്ത ചങ്ങായിയാണ്. ഇവനമാര് പണിക്കാരൻ ചങ്ങായതാണ്. അല്ല, ഞാനിവിടെ ഇങ്ങനെ കുറച്ച് ബിസിനസ്സും കൃഷിയൊക്കെ ആയിട്ട് അതിന്റെ പഴയ ചങ്ങാതിയാണ്. ആയുധം ഇങ്ങനെ ഒരു ചങ്ങാനെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അല്ല, എല്ലാ കാര്യം ഇപ്പൊ പെണ്ണുങ്ങളോട് പറയണമെന്നില്ലല്ലോ. അനക്കണ്ട അറിയുന്നേ മുണ്ടാണ്ടിരുത്താണോ അവിടെ? ഉമ്മ ആ ഏതായാലും എൻ്റെ ഉമ്മ വന്ന സ്ഥിതിക്ക് നമുക്ക് മൊയ്തീൻ്റെ അടുത്ത് ആ നിക്കാഹിന്റെ കാര്യം മുന്നോട്ട് നീക്കാലോ? ആ നീക്കാം. ഏത്? ഞങ്ങൾ അമീദിന് വേണ്ടി ഒരു പെണ്ണ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങിപ്പോയി. എങ്ങനെ മുടങ്ങാണ്ടിരിക്കും? നിങ്ങളൊക്കെ അല്ലേ പോയത്? ഇനിയിപ്പോ ആരും പോണ്ട, ഓന്റെ കൂടെ ഞാൻ പോകുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അല്ല മീത ഹംസക്ക, അല്ല നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു? ശരി മോനെ. ഹംസക്ക, ഞാനും വരങ്ങളും. ഇവിടെ 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 ഈ എവിടെ പോണ്? ആ കോഴിക്കോട് വൃത്തിയാക്ക്, നാറ്റടിച്ചിട്ട് പാടില്ല. ഇവിടെ ഇവിടെ പോടാ. അമിതേ വെയിലത്ത് പോണ്ട കറുക്കും. അല്ല ഹമീദേ, ബാപ്പ മയ്യത്താവണേന് മുമ്പേ നീ ഓരോട് ചോദിച്ചില്ലേ നിക്കാനെ പറ്റി? പിന്നെ എത്ര വശം? എന്നിട്ട് എന്തു പറഞ്ഞ്? പൂവേ നീ തേടുവതെന്തിന് കാറ്റിനെ, മുഹബത്തിൻ മണമുള്ള അത്തറുമായി അവൾ വരും, നിന്നെ പുൽകാൻ നിന്നിൽ സുഗന്ധം നിറയ്ക്കാൻ. എന്ത് ഭാഷയാണ്? ഒന്നും മനസ്സിലായില്ലല്ലോ? ഇല്ല. ആ എനിക്കും ഒന്നും മനസ്സിലാവാറില്ല. എന്താണ്ടാ BA മലയാളല്ലേ ഈ? എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവാറില്ല എന്നല്ല, ഇതെന്തിനാ എന്റെ അടുത്ത് പറയുന്നേന്ന് മനസ്സിലാവാറില്ല. പീരാന്ത് അല്ലാണ്ടെന്ത്? ഇതാണോ വീട്? പിന്നെ ഉമ്മ, അതെ ബീരാനോട് പറയുന്ന പോലെ ഇവിടെ പറയരുതിട്ടാ. ഈ ഓളെ പെണ്ണ് കാണാൻ പോണ ഓൾ എന്നെ പെണ്ണ് കാണാൻ പറഞ്ഞ വായങ്ങട് പ്ലീസ് ഉമ്മ. ഇതാരാണ്? ഹമീദ. ആ ഇരിക്കെ. എന്താണ് ഹമീദ ഈ വഴിക്കൊക്കെ? അല്ല എന്തല്ല? ഞാൻ സൈനബനെ കാണാൻ. അത് ശരി. അപ്പൊ ഇജ്ജെന്റെ മോളെ രണ്ടാമത് പെണ്ണ് കാണാൻ വന്നതാ? അതല്ല, അന്ന് ഞാൻ യത്തീമാണെന്ന് പറഞ്ഞിട്ടല്ലേ നിക്കാ വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ യത്തീമല്ല, ഇതാണ് എന്റെ ഉമ്മ. ഓ അമിതേ, ആരാത്? ഞാനോളുടെ വാപ്പയാണ്. എന്തേ കുഴപ്പമുണ്ടോ? നിങ്ങളുടെ കുഴപ്പം പറയേണ്ടത് ഞാനല്ലല്ലോ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. വാ വാ, ഇതാണ് സൈനബ. സൈനബ, അനക്കോളെ ഇഷ്ടാണോ? മോളിക്ക് വന്നേ. സൈനബ, അല്ലോ നീ അകത്തേക്ക് പോ. ഓൻ എന്നെ പെരുത്തിഷ്ടാണ്. അനക്ക് വേണ്ടിയിട്ടാണ് ഓ ഉമ്മാനെ തെരഞ്ഞ് നടന്നത്. അന്നെ അവൻ ജോറായിട്ട് നോക്കിക്കോളും. ഓൻ എനക്ക് ഇഷ്ടാണ്. ഇഷ്ടാണ്, പെരുത്തിഷ്ടാണ്. ഏതൊരു സ്ത്രീയും വിളിച്ചോണ്ട് വന്നു ഉമ്മ എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കണം അല്ലേ? മൂട്ടുകാർ തല്ലൊടിക്കും ഞാൻ. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഇതൊക്കെ ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ മണ്ണിനടി പൊക്കോളും. അത് കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അന്നെ നോക്കേണ്ടത് എൻ്റെ കെട്ടിയോനാ. അത് സ്നേഹമില്ലാത്തവനാണെങ്കിൽ ജീവിതം കച്ചറയായി പോവും. അതുകൊണ്ട് മോള് തീരുമാനിക്കുക. എൻ്റെ മോൻ ഏതായാലും ഒരു എത്തിയുമല്ല. ഓന്റെ തലയും നെഞ്ചും നിറച്ച് എന്നോടുള്ള സ്നേഹേ ഉള്ളൂ. ഇറങ്ങടി മാറുകളെ. ഇനി ഒരു വാക്ക് മുണ്ടിയാ അടിച്ചെന്റെ ഔത്രച്ച് കിടക്ക് ഞാൻ. പാടാങ്ങട് പോട്ടെ മോളെ.